അയക്കത്തിൽ തുടയെല്ല് ശരീരത്തിന് പുറത്തേക്ക് തുളഞ്ഞു വന്ന് ജീവനു വേണ്ടി കേഴുകയായിരുന്ന തെരുവുനായ കുഞ്ഞിന് രക്ഷകനായത് ഒറ്റപ്പാലത്തെ ഒരു വ്യാപാരി. സഹജീവി സ്നേഹം പ്രകടമാക്കിയ ഉദാത്ത മാതൃകയുടെ ഉടമ മറ്റാരുമല്ല, ഒറ്റപ്പാലത്തെ സ്വർണ്ണ വ്യാപാരി ഐക്യത്തിൽ ഗിരീഷാണ്. വാർത്ത കാണാം. ശരീരത്തിലുണ്ടായ ആഴത്തിലുള്ള മുറിവിൽ പുഴുവരിച്ച് തുടയെല്ല് തുളഞ്ഞ് പുറത്തേക്ക് വന്ന തെരുവുനായ കുഞ്ഞിന്റെ ദയനീയ അവസ്ഥ ഗിരീഷിന്റെ നെഞ്ചുപിടയിച്ചു. ഈ കാഴ്ചയിൽ നിന്നും കണ്ണു മറച്ചു പിടിക്കാനായില്ല ഗിരീഷിന്. കഴിഞ്ഞ ജൂൺ മാസം 30-ാം തീയതിയാണ് ഗിരീഷിന്റെ ഐക്യത്തിൽ ജ്വല്ലറിക്ക് സമീപത്തായി ജീവന് വേണ്ടി കേഴുന്ന തെരുവുനായ കുഞ്ഞിനെ കാണുന്നത്. മറിച്ചൊന്നും ചിന്തിക്കാതെ ഗിരീഷും സഹോദരനായ പ്രവീണും നഗരസഭാ കൗൺസിലർ സുരേഷ് കുമാറും ചേർന്ന് പിടയുന്ന ജീവനെ ഒറ്റപ്പാലം ഗവൺമെന്റ് വെറ്റിനറി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. ജീവൻ രക്ഷിക്കുക എന്ന ഉദ്ദേശം മാത്രമായിരുന്നു ഗിരീഷിന്റെ മുന്നിലുണ്ടായിരുന്നത്. ഗിരീഷ് നായക്കുട്ടിയെ തന്റെ കാറിൽ കയറ്റി നേരെ വിട്ടത് വാണിയംകുളത്തെ സ്വകാര്യ വെറ്റിനറി ആശുപത്രിയിലേക്കായിരുന്നു. തുടപൊട്ടി പുറത്തേക്ക് വന്നത് സർജറി ചെയ്യണമെന്ന ഡോക്ടറുടെ നിർദ്ദേശം ഗിരീഷ് വിലക്കെടുത്തു. നമ്മുടെ ഷോപ്പിന്റെ സമീപത്തു നിന്നാണ് ഒരു നായക്കുട്ടീനെ അവശ്യ നിലയിൽ കണ്ടെത്തിയത്. അതിന്റെ പുറകിലത്തെ എല്ല് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ കണ്ടത്. അപ്പം നമ്മളതിനെ എടുത്തിട്ട് നേരെ നമ്മുടെ ഒറ്റപ്പാലത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, മൃഗാശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ ഡോക്ടർ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇല്ലാത്തത് കാരണം നമ്മൾ വാണിയംകുളത്തുള്ള ഒരു പ്രൈവറ്റ് ക്ലിനിക്കിലേക്ക് നായക്കുട്ടിയെ കൊണ്ടുവന്നു. അപ്പോൾ അവർ പറയുന്നത് വളരെ ഗുരുതരായ അവസ്ഥയിലാണെന്നാണ് പറയുന്നത്. ഇവിടെ ചികിത്സിക്കാൻ പ്രാപ്യമല്ലെന്നാണ് പറയുന്നത്. മണ്ണുത്തിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. വാണിയംകുളത്ത് നിന്നും പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പിറ്റേ ദിവസം മണ്ണുത്തിയിലെ ഗവൺമെന്റ് വെറ്റിനറി ആശുപത്രിയിലേക്ക് നായക്കുട്ടിയെ എത്തിച്ചു. പനമണ്ണ സ്വദേശിയായ മണികണ്ഠന്റെ ഓട്ടോറിക്ഷയിലാണ് നായക്കുഞ്ഞിനെ മണ്ണുത്തിയിലെത്തിച്ചത്. പിന്നീടുള്ള പരിചരണവും ഭക്ഷണം നൽകലും മുറിവുണക്കലുമെല്ലാം ഗിരീഷും സുഹൃത്തുക്കളും ചേർന്ന് ഏറ്റെടുത്തു. ഇപ്പോൾ നായക്കുട്ടി ഉഷാറായി ജീവിതത്തിലേക്ക് തിരികെ വന്നതിന്റെ സന്തോഷത്തിലാണ് ഗിരീഷ്. മുറിവ് പൂർണ്ണമായും ഭേദമായി വരുന്നേയുള്ളൂ എന്നും ഗിരീഷ് പറഞ്ഞു.